ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഞാനേ ഇന്നൊരു ഗെറ്റ് റെഡി ചെയ്യാന്ന് വിചാരിച്ചു. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഒരുപാട് ദിവസം ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട് ആകെപ്പാടെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. എന്നാലും ഞാൻ പറയാ ഒരുപാട് ദിവസമായി ചെയ്തിട്ടാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇടാനായിട്ട്. പക്ഷെ സമയം കിട്ടാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ധൃതിപ്പെട്ട ഒരിടത്തൊക്കെ പോകുന്നത്, സമയം കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം വലിയ മേക്കപ്പും കാര്യങ്ങളൊക്കെ മുമ്പില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ വലുതായിട്ടൊന്നുമില്ല, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഞാൻ ആലുവേര ജെല്ലാണ് കേട്ടോ ഉപയോഗിച്ചത്. ബെഞ്ചാരിയുടെ ആലുവേര ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ആയിട്ട് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് തുടങ്ങിയ ശേഷം എൻ്റെ മുഖത്തുള്ള നല്ല കറുത്ത പാടൊക്കെ അങ്ങ് മാഞ്ഞു പോകാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഏതാണ്ട് ഒരു 5-6 വർഷം കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അലോവേര ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ ആയിട്ട്. അപ്പൊ അതിന്റെ കഴുത്തിന്റെ അവിടെയുള്ള നല്ല കറുത്ത പാടൊക്കെ നന്നായിട്ട് എനിക്ക് മാറി കിട്ടി. പിന്നെ ഞാൻ സൺസ്ക്രീം പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. സൺസ്ക്രീമാണ് കേട്ടോ. പോൺസിന്റെ നല്ല സൺസ്ക്രീം സംഭവം തീർന്നു കേട്ടോ. എന്നാലും ഞാൻ ഞെക്കി പിതുക്കി എടുത്തു. അത് SPF 15 ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ സൺസ്ക്രീം ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നന്നായിട്ട് നല്ല സൺസ്ക്രീമാണ് കേട്ടോ. ഇതിടുമ്പോഴത്തേനും നല്ല ഫിനിഷ് ആയി വരും മുഖത്തൊക്കെ. ഇങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ മുഖത്തൊന്നും ഒട്ടിയിരിക്കത്തില്ല. നല്ല ഇട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ വളരെ കുറച്ചേ ഇടുള്ളൂ. നിങ്ങൾക്ക് നല്ല കൂടുതൽ വേണമെങ്കിൽ കൂടുതലൊക്കെ ഇടാം കേട്ടോ. നിറയെ ഇട്ടാൽ മാത്രമേ അത്രയും പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. സംഭവം ഇല്ല തീർന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നിറയെ ഇട്ടേനാ. ഇതാണ് കേട്ടോ ഡാസ്ലറിന്റെ നമ്മുടെ എന്തോ സംഭവം ഇത്, നമ്മുടെ ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ ഈ സംഭവം. ഫൗണ്ടേഷൻ ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണത് കൊണ്ട് ഇത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ വീഡിയോക്ക് വലുതായിട്ട് എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ടുള്ള ഞാനിങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പുറത്ത് പോകുമ്പോഴും ചെറുതായിട്ടൊക്കെ യൂസ് ചെയ്യും കേട്ടോ. ഇത് നല്ല ഇതാണ് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ നല്ല ഒരു ഫൗണ്ടേഷനാണ്. നമ്മള് ഇതുണ്ടല്ലോ ഡാസ്ലറിന്റെ ആണ് കേട്ടോ. ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആവും കേട്ടോ മുഖത്ത്. ഇത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടെ ആഡ് ചെയ്തിട്ടാണുള്ളതാണ് കേട്ടോ. അതാണ് ചെറിയൊരു പാക്കറ്റ് ഞാൻ ആദ്യം വാങ്ങിച്ച് കുറച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് അത് കൊള്ളാമെങ്കിൽ പിന്നീട് വലിയ ഇത് വാങ്ങാമല്ലോ. അപ്പൊ ഞാൻ ആദ്യം എന്ത് വാങ്ങിച്ചാലും ചെറുതേ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മുമ്പ് ഞാൻ അല്ലാതെയാണ് പോൺസിന്റെ ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇതാണ് സ്ട്രോ ക്രീമാണ് കേട്ടോ. നമ്മുടെ ഫേസ് സ്കാനറുടെ സ്ട്രോ ക്രീമാണ്. അടിപൊളിയാണ് കേട്ടോ. നല്ല മുഖത്ത് നല്ല ഗ്ലേസിങ് തരാനായിട്ട് സംഭവം. ശരിക്കും ഇത് നമ്മൾ ഈ പരസ്യത്തിലൊക്കെ പറയില്ല അതുപോലെ തന്നെ കേട്ടോ. ശരിക്കും നമ്മുടെ മുഖത്തൊക്കെ നല്ല തിളക്കമാണ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും നമ്മുടെ സ്കിന്ന്. അപ്പൊ ഞാൻ ഫൗണ്ടേഷനൊക്കെ കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. ആവശ്യത്തിന്. എനിക്കിങ്ങനെ നിറയെ ഇട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഒന്നും പുറത്ത് പോവാത്തത് കൊണ്ട് ഇതൊക്കെ എനിക്ക് ഇങ്ങനെ ഇട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ എല്ലാം ലൈറ്റ് ആയിട്ടേ ഇടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ നമ്മുടെ സ്ട്രോ ക്രീം ഇടാൻ നല്ല ഗ്ലൈസിങ് ആയിരുന്നു കേട്ടോ മുഖത്ത് ഇതിട്ട് കഴിയുമ്പോഴത്തേനും. എന്നിട്ട് ചെറുതായിട്ടൊന്നൊരു റെഡിഷ് കളർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇങ്ങോട്ട് ലാക്മിയുടെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. റെഡ് കളർ ഷെയ്ഡാണ്. നല്ല രസമാണ് കേട്ടോ. ഞാൻ കുറച്ച് ഇച്ചിരി ഒരു റെഡ് കളർ വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്നാണ് കയ്യിൽ വാരി ഇടുന്നതെന്നല്ലേ? അതെ, ഇത് ഇടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് പിറ്റേ ദിവസം തൊട്ട് തന്നെ കാണാനില്ല. പിന്നെ അവിടെ എവിടെയും നോക്കുമ്പോ എന്റെ മോൻ എടുത്തോണ്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കളയും കേട്ടോ. അത് അവന്റെ കളർ തീരുമ്പോഴും അവന് കളിക്കാൻ അത് ഇഷ്ടപ്പെടുമ്പോഴും എന്റെ എല്ലാ സാധനങ്ങളും വാരി എടുത്തോണ്ട് പോകും. ഞാൻ എത്രയൊക്കെ സൂക്ഷിച്ച് മാറ്റി വെച്ചാലും അവന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണെങ്കിൽ അവ എടുത്തോണ്ട് പോയി അവനെ കളിക്കാൻ എടുത്തോണ്ട് പോകും കേട്ടോ. അതാണ് കാര്യം. അപ്പൊ അത് അവ എടുത്തോണ്ട് പോയേട്ടാ. അതുകൊണ്ട് തൽക്കാലം ഞാൻ ചെറിയ ടവൽ വെച്ചാണ് എല്ലാം തുടയ്ക്കുന്നതും ഇടുന്നതും ഒക്കെ കേട്ടോ. അപ്പൊ ഐലൈനറും കൂടെ വരയ്ക്കാനും. ഐലൈനർ ഞാൻ കുഞ്ഞു പ്രായം തൊട്ടേ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത്. ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങിയ പ്രായം തൊട്ടേ ഐലൈനറൊക്കെ ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പൊ നല്ല ഐലൈനറാണ്. വാട്ടർ പ്രൂഫിന്റെ ഐലൈനറാണ് കേട്ടോ. ഐലൈനർ ഭയങ്കര എക്സ്പേർട്ടൊന്നും അല്ല. ഐലൈനർ കണ്ണ് വരരുത്. താഴെ എഴുത്തില്ല, ഞാൻ മുകളിൽ മാത്രമേ എഴുത്തുള്ളൂ കേട്ടോ. അതാ എന്ന് ഞാൻ ഈ പൊട്ടേ വെക്കത്തുള്ളൂ കേട്ടോ. P7 ആണ് കേട്ടോ എന്റെ അളവ്. P7 പൊട്ടാണ്. ഞാൻ ഈ പൊട്ടേ വയ്ക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ മാത്രം തീരെ ചെറുതും അതിനെക്കാട്ടിലും P8ഉം P6ഉം വെക്കുന്നത്. ഇത് കിട്ടാത്ത സമയത്ത് ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ കാണില്ല. അപ്പൊ ആ സമയത്ത് മാത്രമാണ് ഞാൻ വെക്കുന്നത്. എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം. എത്രയൊക്കെ പൊട്ട് മാറ്റിയാലും ഞാൻ മാറ്റത്തില്ല കേട്ടോ. അപ്പൊ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് സിന്ദൂരം വേണ്ട കേട്ടോ. സിന്ദൂരം ബോറായിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ കുറച്ച് ദിവസമായുള്ളൂ കേട്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. ഇത് വേറെ ഒന്നും നമ്മുടെ സെറമാണ് കേട്ടോ.
ഈ വെളിച്ചെണ്ണ തേച്ച് എന്റെ തലമുടിയെല്ലാം അങ്ങോട്ട് ചുരുണ്ട് 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 കെട്ടിയാലേ ഒരു ഭംഗിയില്ല. മുടിയുടെ ഉള്ളൊക്കെ പോയി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ സമയത്താണ് കേട്ടോ ഈ സെറം വാങ്ങിച്ചു ഉപയോഗിക്കുന്നത്. നല്ല മുടിക്കെന്ന് വെച്ചാൽ എണ്ണ തേക്കാതിരിക്കുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളുള്ളതായിട്ട് തോന്നും കേട്ടോ. അപ്പൊ ഞാൻ അതുകൊണ്ട് എണ്ണ തേക്കാതെ കുളിച്ചിട്ട് ഇതുപോലെ സെറം യൂസ് ചെയ്യും കേട്ടോ. അതിന്റെ പുറത്ത് തലയോട്ടിയിൽ ഉപയോഗിക്കാൻ പാടില്ല സെറം. ഇതുപോലെ ഹെയറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മുടിക്ക് നല്ല തിളക്കവും ഷൈനിങ്ങും ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഇത് കുറച്ച് ദിവസമായുള്ളൂ, ഈ ബോട്ടിൽ ഞാൻ ആദ്യം വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട് ആ സംഭവം. ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. വേറെ അതിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ സംഭവം എന്തായാലും കൊള്ളാൻ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഈ എത്ര തല കെട്ടിയാലും ശരിയാവത്തില്ല, ഭയങ്കര ഇതാണ്. ഒരുപാട് സമയം അഴിച്ചുമൊക്കെ കെട്ടും. എല്ലാം കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പല പല മോഡലിൽ കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവസാനം ഒരു കെട്ടി തന്നെ കൊണ്ടു നോക്കും കേട്ടോ. എല്ലാം കെട്ടിയാലും എനിക്കൊരു തൃപ്തിയാവില്ല. അപ്പൊ വേറെ ഒരു വകുപ്പെടുക്കാനും എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. ഞാൻ ഇന്ന് അഴിച്ചിടാന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒരു സൈഡും എടുത്ത് എന്റെ പുറകിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കുമ്പോഴത്തേന് നല്ല രസമല്ലേ. പിരുത്തിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ മുടിക്ക് പിരുത്തിട്ട് അത്രയ്ക്ക് ചേരത്തില്ല കേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ചൊന്ന് പിരുത്തിട്ട് നോക്കിയാലോ, അപ്പൊ കൊള്ളായിരിക്കുമെങ്കിലോ. അപ്പൊ ഒരു എന്ത് പറയാ, ഒരു കംഫർട്ട് ഇല്ല. പിരുത്തിട്ട് പോകുമ്പോ നമുക്ക് ഒരു എന്താ പറയാ, അങ്ങനെ പിരുത്തിട്ട് പോയി ശീലം ഇല്ലാത്തത് കൊണ്ട്, എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സൈഡ് പോലും വെക്കാതെ പോയി ശീലം ഇല്ലാത്തത് കൊണ്ട് ഒരു എന്തോ പോലെയാണ്. എന്നാലും കുഴപ്പമില്ല, ലാസ്റ്റ് വരെ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ നമുക്ക് പോവാം. എങ്ങനെയിട്ടുണ്ട് എന്നെ കല്യാണത്തിന് പോവാന്ന് ചോദിച്ചോട്ടോ. സംഭവം ഞാൻ എവിടെ പോകാനാണ് റെഡിയാണെന്ന് നിങ്ങളടുത്ത് പറഞ്ഞില്ല, ഒരു കല്യാണത്തിന് പോകാനാണ് കേട്ടോ റെഡി ആവുന്നത്. അപ്പൊ വൈകുന്നേരമാണ് കേട്ടോ പോകുന്നത്, വൈകുന്നേരം സന്ധ്യക്കാണ് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ കമ്മല്. ഈ കമ്മലും ഈ മാലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ടുകൊണ്ട് പോകാനായിട്ട് എടുത്തത്. ഈ ബ്ലൂവിൻ്റെ കൂടെ വൈറ്റ് നല്ല കോമ്പിനേഷനിൽ ഒരു പാവാടയും ഒരു ടീഷർട്ടാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഈ മാല എന്തായാലും അതിൻ്റെ കൂടെ ചേരില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഡ്രസ്സ് മാറ്റണം. അപ്പം എന്താ പറയുക, ഈ കമ്മലും മാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇതിൻ്റെ കൂടെ ചേരുമെന്ന് കരുതിയാണ് ഇട്ടത്, പക്ഷെ അതിൻ്റെ കൂടെ ചേരത്തില്ല കേട്ടോ. അത് ഇട്ടുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ഫോട്ടോ കാണും പോലെയല്ല, നമുക്ക് പുറത്തിട്ടുകൊണ്ട് പോകുമ്പോൾ ഒരു ഇതാണ് കേട്ടോ, അതിങ്ങനെ ചേരത്തില്ല. അപ്പൊ നല്ല അടിപൊളി എല്ലാം വെച്ച മാല കേട്ടോ, സൂപ്പറാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മാലയും കമ്മലും. ഇതുപോലെ ബ്ലൂവിൻ്റെ കൂടെ നന്നായിട്ട് ചേരുകയും ചെയ്യും. പക്ഷെ ഇത് ഇട്ടുകൊണ്ട് പോകാൻ എന്തോ പോലെ കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റാന്ന് വിചാരിച്ചു കേട്ടോ. ഡ്രസ്സൊക്കെ വേറെ ഡ്രസ്സ് ഇടാന്ന് വിചാരിച്ചു. അപ്പൊ വളയില്ലാത്ത എന്ത് പരിപാടി, അപ്പൊ വളയും കിട്ടും കേട്ടോ. വീട്ടിലൊന്നും ഞാൻ വളയൊന്നും ഇട്ടോണ്ട് നടക്കാറില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ വളയൊക്കെ എടുത്ത് ഇടാറുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കളയാം കേട്ടോ. നല്ലൊരു വേറെ ഡ്രസ്സ് ഇടാം, എന്തോ പോലെ ഒരു കംഫർട്ട് ഇല്ല ഇത് ഇട്ടുകൊണ്ട് പോകാനായിട്ട്. അങ്ങനെ മുടിയൊക്കെ നോക്കുകയാണ്. ഇനി ഇതുപോലെ അഴിച്ചോട്ടുകൊണ്ട് പോകണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ അഴിച്ചിട്ടുകൊണ്ട് പോകും, അതുകൊണ്ട് എനിക്ക് ഇപ്പോഴെങ്കിലും ഞാൻ അഴിച്ചിട്ടുണ്ട് പോവും. ഇതാണ് ഡ്രസ്സ് കേട്ടോ. ഇത് മുന്നേ ഞാൻ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്. ഈ ഡ്രസ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി കളറാണ് കേട്ടോ, നല്ല ലാവൻഡർ കളറിലുള്ള അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ്. പക്ഷെ എന്തോ ഈ ഇതിൻ്റെ കൂടെ എനിക്ക് ചേരുന്നെന്ന് തോന്നി കേട്ടോ. ഇതിൻ്റെ കൂടെയാണ് കറക്റ്റ് സത്യം പറഞ്ഞ് ചേരുന്നത്, ഇതിൻ്റെ കൂടെയും ചേരുന്നു. പിന്നെ ഞാൻ ഇത് ആദ്യം ഇട്ട സമയത്ത് ഒരു ഗോൾഡിലുള്ളത് ആണ് ഒരു ജ്വല്ലറിയാണ് കേട്ടോ ഇട്ടിരുന്നത്. അപ്പൊ ഞാൻ ഇത് ഇട്ടപ്പോൾ വൈറ്റ് ഇട്ടപ്പോൾ നന്നായിട്ട് ചേരുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇനി എന്തായാലും ഇങ്ങനെ മുടിയിട്ടുണ്ടോ പോവാൻ ഒരു കംഫർട്ട് ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ച മുടി അങ്ങ് കെട്ടിക്കളയാൻ കേട്ടോ. അവസാനത ഇങ്ങനെ കെട്ടി ഒതുക്കി വെച്ച് എന്ത് ചെയ്യാനാ. അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ കേട്ടോ. ചെറിയൊരു കെട്ടടി വ്യക്തിമേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ പേജസ് ഒന്നും കൂടി ഫോളോ ചെയ്തേക്കണേ. MS മന്ത്രയുടെ